ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഈവനിങ് റൊട്ടീൻ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഈവനിങ് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവക്കുട്ടി നല്ല ഹാപ്പിയിലാണ് വീഡിയോ എടുക്കുന്നത് കാരണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഈവനിങ് ആയതുകൊണ്ട് നമുക്കൊരു ചായയിൽ നിന്ന് തുടങ്ങാല്ലേ. അപ്പൊ ചായ വനിക്കാൻ ഫസ്റ്റ് പാല് വേണം. അപ്പൊ പാല് വനിക്കാൻ വേണ്ടി ഇവക്കുട്ടിന്റെ അച്ഛനും വേണ്ടിയിട്ട് പാല് വനിക്കാൻ പോവുകയാണ്. അപ്പൊ പാല് വനിക്കാൻ പോകല്ലേ? അപ്പൊ എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ലവ് യു പറ, എല്ലാവരുടെ അടുത്ത് ലവ് യു പറ. അങ്ങനെ ഇത് രണ്ടുപേരും പാല് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിലോട്ടാണ് അവർ പോകുന്നത്. പുറത്തോട്ട് പോയി ശീലമുള്ളത് കാരണം ഇവക്കൂട്ടി ഒറ്റയ്ക്ക് സീറ്റിലിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേടിയില്ല. മുൻപൊക്കെ ഞാനില്ലാതെ എവിടേക്കും പുറത്ത് പോകില്ലായിരുന്നു അവളെ. ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനില്ലെങ്കിലും അവൾ എവിടെ വേണമെങ്കിലും പോകും. അത് കാരണം തന്നെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ കരച്ചിലായിരിക്കും, പ്രത്യേകിച്ച് ജോലിക്ക് പോണ സമയത്ത്. ഒരു ചടങ്ങ് പോലെ ഡെയിലി ഉണ്ട് രാവിലെ എണീച്ചിട്ടുള്ള ഒരു കരച്ചിൽ. അത് കാരണം പരമാവധി അവളെ കാണാതായിരിക്കും കേട്ടോ ഏട്ടൻ ജോലിക്ക് പോകുന്നത്. പിന്നെ കാർ ഇറങ്ങിക്കഴിഞ്ഞു, അതായത് സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ അവൾക്കൊന്നും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. കാരണം സ്ട്രൈറ്റ് ആയിട്ട് പോകുമ്പോൾ ഡെയിലി പോയി അവൾ എടുത്ത് ശീലിച്ച കാരണം നേരെ പോകും, ആരും പറയുന്നും വേണ്ട. അപ്പോൾ പോണ വഴിക്ക് ഇത് അവിടെ ഒരു ചെയർ കണ്ടപ്പോൾ അതിൽ കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ. ആൾക്ക് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം നേരെ ഇതാ പോയി അവൾ പാലെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട, നോക്ക് എത്ര പാവം പിടിച്ച കുട്ടിയില്ലേ, നേരെ വന്നു ഇതാ പാലെടുത്ത് തിരിച്ചു പോകുന്നു. ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് കരയണമെന്നില്ലാന്ന് അവൾക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം അവൾ ഉദ്ദേശിച്ച സാധനം ക്യാഷ് ബില്ല് ചെയ്യണം അവിടെയാണെന്ന് അവൾക്കറിയാം. അത് കാരണം നേരെ പാലെടുത്തിട്ട് ആ ഭാഗത്തോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഓരോ കടയിലും പോയാലും അവൾക്ക് ഇഷ്ടമുള്ള ഓരോ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ, അത് മാത്രമേ അവൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കടയിൽ വന്നാൽ അവിടെ ഒരു ജെല്ലി മുട്ടായി ഉണ്ട്, അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നേരെ ബില്ലിംഗ് സെക്ഷൻ്റെ അടുത്തോട്ട് പോകുന്നത്. ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാച്ചനെ കൊണ്ട് എടുക്കാൻ ആ ചോക്ലേറ്റ് വാങ്ങിച്ച് നടക്കണ കണ്ടില്ലേ. അത് വീട്ടിലെത്തില്ല കേട്ടോ, കാറിലിരുന്നിട്ട് തന്നെ ആശാത്തി കഴിക്കും. എന്നിട്ട് വീടെത്തിയിട്ട് ഒരു പരാതി ഉണ്ട്, ചോക്ലേറ്റ് എല്ലാം കഴിഞ്ഞു, എനിക്കിനി ഇത് വേറെ വേണമെന്ന് പറഞ്ഞ് ഫുൾ വാശിയും അലമ്പായിരിക്കും കേട്ടോ. ഇതായിരിക്കും സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവം. അങ്ങനെ ഇത് അവർ പാലൊക്കെ വാങ്ങിച്ച് വീടെത്തിയിട്ടോ. സാധാരണ ഈ നേരത്തൊന്നും നമ്മൾ ചായ കൂടി ഇല്ല കേട്ടോ. എപ്പോഴും ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നത് ഏതാണ്ട് 8 മണി 7 മണി ആ ടൈമിലാണ്. എന്നാൽ ആ ടൈമിലായിരിക്കും കേട്ടോ നമ്മൾ ചായ കുടിച്ച് വരിക. ഇന്നെന്തോ നേരത്തെ എത്തിയപ്പോൾ നമ്മൾ ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചായ കുടിയൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ പൊതുവേ ഈ ചായ കുടിക്കുന്ന ടൈമിൽ ഞാൻ സ്നാക്സ് ഒന്നും അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് മാത്രമായിരിക്കും കഴിക്കുന്നുണ്ടാവുക, കാരണം ടൈം കിട്ടില്ല. പിന്നെ ഇവക്കുട്ടി കൂടിയുള്ളത് കാരണം നമ്മൾ ഈ എണ്ണയിൽ വെച്ചിട്ടുള്ള പരിപാടി ഞാൻ പരമാവധി ഒഴിവാക്കും. കാരണം അവൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും തെറിക്കുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഏട്ടൻ ഇതുപോലെ നേരത്തെ എത്തുന്ന ടൈമുകളിൽ മാത്രം എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്തും. അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ് കേട്ടോ ഇത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബനാന കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ആകെ ഒരു ബനാന ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം മൈദ കൊണ്ടും ഉണ്ടാക്കുക, അത് ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മൈദ കുറച്ചും ഗോതമ്പ് പൊടി കുറച്ചും ഉള്ളത് കാരണം രണ്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ. മൈദയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പാണെങ്കിൽ എടുക്കാം, ഏതായാലും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കുറച്ച് കൊട്ടിയതിന് ശേഷം ഒരു ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ മധുരം ഇഷ്ടമാവുന്നോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര. പിന്നെ ഒരു പിഞ്ചുപ്പ്, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പ്. എപ്പോഴും പഞ്ചസാര എടുക്കുന്ന സമയത്ത് ഇവക്കുട്ടി നോക്കിയിരിക്കും കേട്ടോ, ഒന്ന് വായിൽ വെച്ച് കൊടുക്കാൻ. അത് സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പം നമ്മളിതാ ഈ ബനാന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലിടുക കേട്ടോ. കൂടുതലായിട്ടും പഴുത്ത ബനാനയാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. പൊതുവേ നമ്മൾ പഴങ്ങൾ കറുപ്പടിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ കഴിക്കാറില്ല അല്ലേ. നമുക്ക് പൊതുവേ എല്ലാവർക്കും കഴിക്കാൻ ഒരു മടിയാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് വേസ്റ്റ് ആവാതെ പോകും കേട്ടോ. അപ്പം നമ്മളിതാ പഴം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം, ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാക്കാനും പറ്റില്ല, ഒരുപാട് കട്ടിയാവാനും പറ്റില്ല. ആ ഒരു രീതിക്ക് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ. പൊതുവേ എനിക്ക് ഈ കുക്ക് ചെയ്യാനൊക്കെ മടിയാണ് കേട്ടോ. പക്ഷേ ഇതുപോലത്തുള്ള കാര്യങ്ങൾ, ഈ ചായക്കുള്ള കടികൾ എന്നിരുന്നത് പോലത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കല്യാണത്തിന് മുമ്പ് ഒരു പണി ചെയ്തില്ലെങ്കിലും കല്യാണത്തിന് ശേഷം ഞാൻ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവക്കുട്ടി അതിന് ശേഷം നമ്മൾക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. കാരണം വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ അവൾക്ക് കളിക്കാനും കൂട്ടിരിക്കാനും വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെങ്കിലും കൂടെ ഇതുപോലെ എന്തെങ്കിലും കയ്യിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് ഞാൻ കുക്ക് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഇതാ ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജാമ് മാത്രം ഫുള്ളായിട്ട് എടുത്തിട്ട് ബിസ്ക്കറ്റ് കളയലാണ് അവളുടെ സ്ഥിരം പണി. അപ്പം എല്ലാ മക്കളും ഇങ്ങനെയാണ്, നമ്മളും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടല്ലേ ഇതുപോലെ കുറേ. അപ്പോൾ അങ്ങനെ ഇതാ അവൾ ജീരകമുട്ടായാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, അതും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുക. അങ്ങനെ ഇതാ നമുക്ക് സ്നാക്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കുക കേട്ടോ.
എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, അതിൽ ഞാനൊരു എഗ്ഗും കൂടി ആഡ് ചെയ്യുമായിരുന്നു. എനിക്ക് അതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവക്കുട്ടി അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. എവിടെ മുട്ട പൊട്ടിക്കുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൂടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ അതിൽ ഒരു എഗ്ഗും കൂടി ആഡ് ചെയ്ത് ഞാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അതിൽ കൂടെ ഒരു എഗ്ഗും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അമ്മയുടെയും മകളുടെയും സ്നേഹപ്രകടനമാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് സ്നേഹിച്ചു, അതിൻ്റെ അടുത്ത നിമിഷം തൊട്ട് നല്ല വഴക്കായിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ നല്ലപോലെ സ്നേഹിച്ച് അതിൻ്റെ അടുത്ത നിമിഷം ഞാനും അവളും കൂടി പിണങ്ങി ഞാൻ അവളെ വഴക്ക് പറയും, എന്തെങ്കിലും കാര്യം കൊണ്ട് വഴക്ക് പറയും. സ്നേഹിക്കാൻ വന്നാലേ ഞാൻ പറയും, മര്യാദയ്ക്ക് നീ അവിടെ ഇരുന്നേ, കണ്ടില്ലേ, എന്തെങ്കിലും കുറുമ്പ് എന്നെ കാണിക്കും, അത് കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും. അപ്പോഴേക്കും എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുട്ട അതിൽ ചേർക്കാൻ മറന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചപ്പോൾ സമയത്ത് അത് കുറച്ച് ലൂസായിപ്പോയി, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് കുക്കാകും കേട്ടോ. അപ്പോൾ ഇന്ന് ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ച് കൊടുക്കുക. അല്ലാന്ന് വെച്ച് പറഞ്ഞാൽ കരിഞ്ഞു പോകും. ഏതാണ്ട് ഈ ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈസി പരിപാടിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ അവൾ അവിടെ അടങ്ങിയിരിക്കാതായപ്പോൾ ഞാൻ അവളെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടോ. കൂടെ ഒരു മാതളം നാരങ്ങയും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒരു ഭാഗത്ത് ഇരിക്കില്ല. ഞാൻ പണ്ടെല്ലാം വിചാരിച്ചിട്ടുണ്ട് ഈ ആൺകുട്ടികൾ മാത്രമേ ഇങ്ങനെ വികൃതി കാട്ടി നടക്കുള്ളൂ എന്ന്. പക്ഷേ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും കുറുമ്പ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് കാണുക. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ബാൽക്കണിയിലാണ് നമ്മൾ അലക്കിയിട്ട തുണികളൊക്കെ ഉണക്കാനിരിക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ഓടിച്ചാടി നടക്കണ ഇവക്കുട്ടി. ശരിക്കും എനിക്കൊരു ഹോം ടൂർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഇവളെ കൊണ്ട് നടക്കില്ല. നമ്മളൊരു സാധനം മടക്കി വെച്ച് കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ ഫുള്ളായിട്ട് വലിച്ചിടും, പിന്നെ നിങ്ങൾ കാണുമ്പോൾ മോശമാവും. അപ്പോൾ ഞാൻ തകൃതിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാള്, അത് കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെ ബാക്കാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് അച്ഛനും മോളും കൂടി കളിക്കുകയാണ് കേട്ടോ. ഇപ്പോഴൊക്കെയാണ് ഈ അച്ഛനും മോളും കൂടിയിട്ടുള്ള കളി. മുൻപൊന്നും എന്നെ വിട്ടിട്ട് പോവുകയുണ്ടായിരുന്നില്ല ഇവള്. ഫുൾ ടൈം കരച്ചിലായിരിക്കും, ആരുടെ അടുത്തും പോവില്ല, എൻ്റെ അടുത്ത് മാത്രമേ നിൽക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രായം ചെല്ലുന്തോറും അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അത് കാരണം നമുക്കും കുറച്ച് റിലീഫായിരിക്കും കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചായ വെക്കുന്നത് സ്പെഷ്യലായിട്ടാണ് കേട്ടോ ഇന്ന് ചായ വെക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ കൊണ്ട് കാണിക്കാൻ മറന്നു. അപ്പോൾ ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒരു 2 ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയൊരു 2 കഷ്ണം പട്ട, പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സ്പെഷ്യലായിട്ട് ചായ വെക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ചായപ്പൊടി സാധാരണ നമ്മൾ ചായ വെക്കുന്നതിലും കാട്ടി കുറച്ച് കൂടുതൽ ഈ സ്പെഷ്യൽ ചായക്ക് ഞാൻ ഇടും കേട്ടോ. എന്നാൽ ആ ടിറ്റേഷൻ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ച് മധുരം ഞാൻ കൂട്ടും കേട്ടോ. പൊതുവേ എനിക്ക് മധുരം ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഇങ്ങനത്തുള്ള ചായകൾ വയ്ക്കുന്ന സമയത്ത് ഒരല്പം ഞാൻ മധുരം കൂട്ടിയിടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടോ. തിളച്ച് മറിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന്. കല്യാണം കഴിയുന്നതിന് മുൻപൊന്നും ഞാൻ ഇതുപോലെ ചായ കുടിക്കില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം എപ്പോഴെങ്കിലും കുടിച്ചാലായി. പക്ഷേ കല്യാണത്തിന് ശേഷം ഞാൻ ഫുൾ ടൈം ചായയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ചായ ഇല്ല, ഈവനിങ് എനിക്ക് മസ്റ്റാണ്. ഈ നേരത്തെ എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ചായക്ക് ഇതേപോലത്തുള്ള എണ്ണക്കടികൾ വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ അത്ര ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഒരു കോള് വന്നിട്ടോ, വീഡിയോ കോള്. അപ്പോൾ അവൾ അമ്മമ്മൻ്റെ അടുത്തും അവളുടെ മമ്മീൻ്റെ അടുത്തും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവേ ഈ പെണ്ണുങ്ങൾക്ക് എപ്പോഴുള്ള ചിന്തയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ലഞ്ച് എന്താ, ഈവനിങ് എന്താ കഴിക്കാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണല്ലേ. അതുപോലെ തന്നെ ഞാൻ ഈവനിങ്ങിന് പുട്ടും കടല ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കടല വെള്ളത്തിലിടാൻ മറന്നത്. അപ്പോൾ ആ പ്ലാൻ മാറ്റാൻ ആഗ്രഹമില്ലാത്ത കാരണം നമ്മൾ കടലക്കറിക്കായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടുത്തെ കടലക്കറി സൂപ്പറാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ കടലക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ കടലക്കറി വാങ്ങിച്ചിട്ട് വന്നു, വീഡിയോ എടുക്കാൻ മറന്നത് കാരണം പിന്നെയും റിപ്പീറ്റ് വിട്ടാക്കിയിട്ട് പിന്നെയും സ്ലോ മോഷനിൽ നടന്നു വരുന്നതാണ് കേട്ടോ ഇത് കാണുന്നത്. ഇവക്കുട്ടിക്ക് കാറിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ നൈറ്റ് ടൈമിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ എവിടെയെങ്കിലും വണ്ടി നിർത്തി കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ആട്ടോ വരിക. പ്രത്യേകിച്ച് നമ്മൾ വരുന്ന ഒരു NH റോഡിൽ ഒരു ഭാഗത്ത് വർക്കിംഗ് കാരണം വണ്ടികളൊന്നും പോവില്ല. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ആ ലൈറ്റ് ചുറ്റിലിരുന്ന് അവൾ കുറച്ച് നേരം കളിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരിക. കല്യാണത്തിന് മുമ്പൊക്കെ 8 മണി കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ്. ഇപ്പോൾ ഫുൾ ടൈം കറക്കും, എല്ലാ കാര്യങ്ങളും രാത്രിയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഹസ്ബൻഡ്സൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആ നേരമാവും. പിന്നെ ആ നേരത്തൊക്കെ ആയിരിക്കും ഒന്ന് പുറത്തോട്ട് ഇറങ്ങുക.
പൊതുവേ എന്നെപ്പോലത്തുള്ള പിള്ളേർക്കൊക്കെ രാത്രി കറങ്ങാനായിരിക്കും കൂടുതൽ ഇഷ്ടം. എനിക്കും അങ്ങനെയാണ് കേട്ടോ. അത് കാരണം രാത്രി പോകുന്നതും വരുന്നതൊന്നും എനിക്ക് അത്ര വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടായിരിക്കും രാത്രി ഡ്രൈവ് ഉണ്ടാവുക. ഇതാ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇതാ വീടെത്തിട്ടോ. അപ്പോൾ വീടെത്തിയ സമയത്ത് ഏതാണ്ട് 8 മണിയായി. നമ്മളൊരു 8:30ക്കൊക്കെ അവൾക്ക് ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ വന്നെത്തിയപ്പോൾ കടയിൽ നിന്ന് എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നാലെ ആ കവറും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അവളുടെ വിചാരം അതെന്തോ സ്നാക്സ് ആണെന്ന്. പിന്നെ ഞാൻ ആ സാധനം എടുത്ത് കയ്യിൽ കൊടുത്തപ്പോഴാണ് അത് കറിയാണെന്ന് മനസ്സിലായത്. അങ്ങനെ തന്നെ നമ്മൾ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി ഫുഡ് കൊടുക്കാനിരിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ഫുഡ് കൊടുക്കണമെങ്കിൽ ഫോൺ കാണിച്ചിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കുക, അല്ലാതെ ഒരു വായ അവൾ ഇറക്കില്ല. അതും കഴിഞ്ഞിട്ട് അവളെ മേല് കഴുകിപ്പിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും കിടക്കാൻ പോകുന്ന സമയത്ത് അവളെ മേല് കഴുകിപ്പിച്ചിട്ടായിരിക്കും കേട്ടോ കിടക്കുക. എന്നാലേ കുട്ടികൾക്ക് കിടക്കുന്ന സമയത്ത് ഒരു ഫീലിംഗ് ബെറ്റർ ഉണ്ടാവുള്ളൂ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ മേല് കഴുകിപ്പിക്കുന്നത്. അപ്പം മേല് കഴുകിപ്പിച്ചിട്ട് അവളെ ഡ്രസ്സ് മാറ്റണം. എന്തുകൊണ്ടാണെന്നറിയില്ല, അവൾക്ക് സ്നെഗ്ഗി ഇടുന്നത് ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അവൾക്ക് സ്നെഗ്ഗിയും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ ഇടുന്ന സമയത്ത് ചെറിയൊരു വാശിയും കറച്ചിലൊക്കെയാണ്. അത് കാരണം നമ്മൾ സ്നെഗ്ഗിയും പാൻറ്റും ഒരുമിച്ചിട്ടാണ് ഇടുക. അപ്പോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ സ്നെഗ്ഗി കാണുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛ അറിയാതെ ആ സ്നെഗ്ഗി വന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ അവളൊരു പാട്ട് കിട്ട സമയത്ത് ഡാൻസ് കളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവളെ ഉറക്കില്ല കേട്ടോ. മിനിമം 1 മണിക്കൂർ 2 മണിക്കൂർ അവളെ കളിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഉറക്കുക. അത് കഴിഞ്ഞ് ഇതാ വീണ്ടും അച്ഛനോടുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെയൊന്നും അവൾ നിന്ന് തരില്ല കേട്ടോ. പ്രത്യേകിച്ച് ഉമ്മ വയ്ക്കാനൊക്കെയെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല, അവൾ ഓടിക്കളയും. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ അവളെ കൊണ്ട് കിടത്തി ഉറക്കി കേട്ടോ. ഏതാണ്ട് സമയം ഇപ്പോൾ 10 മണി 10:30 ആയിട്ടുണ്ട്. സ്ഥിരമായിട്ട് എപ്പോഴും ഈ ടൈമിൽ തന്നെയാണ് കേട്ടോ അവളെ ഉറക്കുക. അത് കാരണം ആ ടൈമാണ് സമയത്ത് അവൾക്ക് പ്രത്യേകിച്ച് അവൾക്ക് ഉറക്കം വരും. അതുപോലെ തന്നെ മോർണിംഗ് ഏതാണ്ട് ഒരു 8 മണിയാണ് സമയത്ത് അവൾ എണിക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ എണിക്കില്ല എന്നല്ല പറയുന്നത്, അതിൻ്റെ ഇടയിൽ എണിക്കും, എണീറ്റ് പാല് കൊടുത്ത് അങ്ങനെ കിടന്നുറങ്ങും. അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ എന്താ പുട്ട് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വരാൻ കാത്തിരുന്ന് കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ ഒരുപാട് ടൈം ആകുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ പൊടിയെല്ലാം റെഡിയാക്കി ഇതാ പാത്രത്തിൻ്റെ മേലെ പുട്ടൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് ആവി വെക്കാൻ വെക്കുകയാണ് കേട്ടോ. പൊതുവേ ഈ മലയാളിക്ക് ഈ പുട്ട് ദോശ ഇഡലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് അല്ലേ, ഞങ്ങൾക്കും അതെ. അത് കഴിഞ്ഞിതാ ഏട്ടൻ എന്താ വർക്ക് തുടങ്ങി. ഞാൻ ജസ്റ്റ് ഫോൺ നോക്കിയിട്ട് വെറുതെ മിണ്ടാതിരിക്കും. അപ്പോഴേക്കിതാ ഫുഡായിട്ടോ. ഫുഡായ സമയത്ത് അതിൻ്റെ ആക്രാന്തം കൊണ്ടോ വിശപ്പ് കൊണ്ടോ എന്നറിയില്ല, വീഡിയോ എടുക്കാൻ മറന്നു. കഴിച്ചു തുടങ്ങിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. കണ്ടില്ലേ, ആവി പോണ പുട്ടും കടലക്കറിയും. അയ്യോ ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ കൂടുതലായിട്ട് വർത്താനം പറയുക. കാരണം പകൽ ഫുള്ളായിട്ട് ഏട്ടനും ബിസി ആയിരിക്കും, ഞാനും ബിസി ആയിരിക്കും, സംസാരിക്കാനുള്ള ഒഴിവുണ്ടാവില്ല. അപ്പോൾ രാത്രി ആയിരിക്കും കേട്ടോ നമ്മൾ സമാധാനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും, വർത്താനം പറയുകയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയായിരുന്നു കേട്ടോ. ഏതാണ്ട് സമയം 11:30 ആയിട്ടുണ്ട്. ഇപ്പോൾ കിടക്കണം. അപ്പോൾ ചെറിയൊരു വീഡിയോ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.